കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും മഴക്കെടുതിക്ക് ശമനമില്ല. അതിതീവ്ര വെള്ളപ്പൊക്കം നേരിട്ട പടിഞ്ഞാറൻ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമാണ് ജനങ്ങളിലേറെയും. മെനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നു. പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്നും വെള്ളമിറങ്ങി. വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, മഴയ്ക്ക് അല്പ ആശ്വാസമായി എന്ന് പറഞ്ഞു നിർത്തിയതേയുള്ളൂ, പക്ഷേ മഴ വന്നു, മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണോ? എന്താണ് നിലവിലെ അവസ്ഥ? മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. രാവിലെ ഇപ്പോൾ 9 മണിക്ക് ശേഷമാണ് മഴ പെയ്യുന്നത്. പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ തന്നെയാണ്. പടിഞ്ഞാറൻ മേഖലയിലുള്ള കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി, ആർപ്പൂക്കര, ഐമനം പഞ്ചായത്തുകളെല്ലാം വെള്ളത്തിൽ തന്നെ. ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല. കിഴക്കൻ മേഖലയിൽ നിന്ന് പാല, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോഴാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം കെട്ട് രൂക്ഷമാകുന്നത്, ജലനിരപ്പ് ഉയരുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് മുൻ വർഷങ്ങളിലും ഉള്ളത്. ഈ തവണയും പാല, ഈരാറ്റുപേട്ട തുടങ്ങി കിഴക്കൻ മേഖലയിൽ നിന്ന് ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലും ഒരുപക്ഷെ കിഴക്കൻ മേഖലയിൽ ഈ സ്ഥിതി തുടരുന്നതിനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇറഞ്ഞാൽ, കോട്ടയത്ത് നിന്ന് ഇറഞ്ഞാൽ വഴി തിരുഞ്ചൂർക്ക് പോണ ഇറഞ്ഞാൽ റോഡിലാണ്. ഈ ഭാഗത്ത് ഇന്നലെ ഉണ്ടായിരുന്ന സമാനമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ അവസ്ഥ തന്നെയാണ് പലയിടങ്ങളിലും. പടിഞ്ഞാറൻ മേഖലയിലെ കുമരകം, തിരുവാർപ്പ്, ആർപ്പൂക്കര പഞ്ചായത്തിലെ കരിപ്പ എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, വെള്ളം ഇറങ്ങുന്നില്ല. ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുകയുള്ളൂ. കിഴക്കൻ വെള്ളം വരുന്നത് അനുസരിച്ചാണ് ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമായി മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് തിരികെ വീടുകളിലെത്താൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. 115ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 1500-ലധികം ആളുകൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകളിൽ ഭൂരിഭാഗവും ഈ ആർപ്പൂക്കര, തിരുവാർപ്പ്, കുമരകം, ഇല്ലിക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളിൽ ഭൂരിഭാഗവും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമൊക്കെയാണ് കഴിയുന്നത്. മിഥുൻ, ഈ മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. എങ്കിലും ഈ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകുന്നല്ല, വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം അത്രത്തോളം ആശ്വാസവുമാണ്. അതേസമയം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും ആൾക്കാരെ ഈ സുരക്ഷിത സ്ഥലങ്ങളിൽ നിന്നും വീടുകളിലേക്ക് അവർക്ക് തിരികെ വരാൻ അല്പ ദിവസങ്ങൾ എടുക്കും. അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്, അല്ലേ? പടിഞ്ഞാറൻ മേഖലയിൽ അങ്ങനെ തന്നെയാണ് ഇനിയും 2 ദിവസം എടുത്താൽ മാത്രമേ വെള്ളം ഈ ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഇറങ്ങുകയുള്ളൂ. കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന വെള്ളം ഈ പടിഞ്ഞാറൻ മേഖലയിലൂടെ കായലിലേക്ക് പോകുന്നു. അതാണ് സാധാരണ രീതിയിലുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് പാല, ഈരാറ്റുപേട്ട അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളത്തിന്റെ വരവുണ്ട്. അതുകൊണ്ട് വരുന്ന മണിക്കൂറുകളിലും ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പടിഞ്ഞാറൻ മേഖലയിലെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഇങ്ങനെ തന്നെ നിലനിൽക്കാനാണ് സാധ്യത. വീടുകളിലുള്ള വെള്ളം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കാലാവസ്ഥ അനുകൂലമായി മാറണം. ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം വന്ന് പടിഞ്ഞാറൻ മേഖലയിലൂടെ കായലിലേക്ക് പോകണം. അതിന് 2 ദിവസമെങ്കിലും എടുക്കും. സമാനമായി തന്നെയാണ് എല്ലാ പടിഞ്ഞാറൻ മേഖലയിലെ മിക്കയിടങ്ങളിലെയും അവസ്ഥ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ തിരികെ വീടുകളിലേക്ക് എത്തിക്കണമെങ്കിലും മിനിമം 2 ദിവസമെങ്കിലും എടുക്കും എന്നുള്ളതാണ്. എല്ലാ വീടുകളിലെയും മുകളിലത്തെ നിലകളിലേക്കാണ് ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അഭയം പ്രാപിച്ച് കഴിയുന്നത്. മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പരമാവധി ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ വാഹനങ്ങളടക്കം മുങ്ങിപ്പോയ അവസ്ഥയാണ്. ഇറഞ്ഞാൽ ഭാഗത്താണ് ഇന്നലെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് NDRFിന്റെ സംഘം ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തി കുടുങ്ങിപ്പോയ ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തത്. ഈ ഇറഞ്ഞാൽ ഭാഗത്തും ഒപ്പം തന്നെ ഇല്ലിക്കലും 2 ഇടങ്ങളിലാണ് NDRF സംഘം രക്ഷാപ്രവർത്തനം നടത്തിയത്. പരമാവധി ആളുകളെ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും മറ്റിടങ്ങളിലും സുരക്ഷിതമായിട്ടുള്ള ബന്ധുവീടുകളിലേക്കുമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ ആളുകൾ ഇല്ല. കാരണം ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശം എന്ന് പറയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഇനി ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വീടുകളുടെ 2ാം നിലയിലും ടെറസിലും 2ാം നിലയിലുമൊക്കെയായി മാത്രമാണ് ആളുകൾ ഉള്ളത്. അങ്ങനെയാണ് ഇവിടുത്തെ നിലവിലെ സാഹചര്യം. എന്തായാലും ഇനിയിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായാൽ, ഇന്ന് 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് രാവിലെ മഴ ഉണ്ടായിരുന്നില്ല. ഇന്നലെ അർദ്ധരാത്രിയും നേരിയ മഴ മാത്രമാണ്, ഇടവിട്ടുള്ള മഴ മാത്രമാണ് കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അത് പാല, ഈരാറ്റുപേട്ട അടക്കമുള്ള ഭാഗങ്ങളിലും മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. പടിഞ്ഞാറൻ മേഖലയിൽ ആർപ്പൂക്കര, ഐമനം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്ന മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമായാൽ സ്ഥിതിഗതികൾ കുഴപ്പമില്ലാത്ത ആശങ്കാരഹിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്ക് കോട്ടയത്തെ
സ്ഥിതിവിശേഷം മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കൊക്കെ ഉള്ളത്. എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണ് ആളുകളിൽ ഭൂരിഭാഗവും, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലെ ആളുകൾ ഭൂരിഭാഗവും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ കഴിയുകയാണ്. വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാലാവസ്ഥ വിശേഷമായി കോട്ടയത്ത് നിന്നും പറയാനുള്ളത്. കെ പി. ശരി, ആശങ്ക മെല്ലെ മെല്ലെ ഒഴിയുകയാണ്. കോട്ടയത്ത് നിന്നും മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.